ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? VD സവർക്കർ അല്ല. ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് 30 വർഷത്തിൽ പരം ജയിൽ ശിക്ഷ അനുഭവിച്ച ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്ന ഈ മനുഷ്യൻ. പള്ളിത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകനായ ഗുരുപ്രസാദ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയത്. എന്നാൽ ചരിത്രപരമായ വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചതിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സവർക്കറെ ന്യായീകരിക്കാൻ ബ്രിട്ടീഷുകാരെ വലിയ ഉദാരമതികളായിട്ട് നമ്മൾ ട്രേസ് ചെയ്യണോ? അല്ല, ഞാൻ ചോദിച്ചത് സാറേ വളരെ സിമ്പിൾ ചോദ്യം. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ സ്വാതന്ത്ര്യ സമരകാലം ഞാൻ ബ്രിട്ടനെതിരെ പോരാടി, എന്നെ പിടിച്ച് ജയിലിട്ടു, എന്നെ 3 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഒരാളെന്ന് പറയുക, എടാ ഇതിനകത്ത് നിന്ന് നശിക്കാതെ നീ ഇറങ്ങി അവന്മാർക്ക് മാപ്പ കോപ്പ എന്താണെന്ന് എഴുതി കൊടുക്കുക. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യകാലങ്ങളിൽ അഭിനവ് ഭാരത് എന്ന രഹസ്യ വിപ്ലവ സംഘടനയ്ക്ക് രൂപം നൽകിയാണ് സവർക്കർ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാവുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചതിന് അന്തമാനിലെ സെല്ലുലാർ ജയിലിലും തുടർന്ന് ഇന്ത്യയിലെ വിവിധ ജയിലുകളിലുമായി 14 വർഷത്തോളം അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചു. 1911നും 20നും ഇടയിൽ സവർക്കർ 6 മുതൽ 9 തവണ വരെ ബ്രിട്ടീഷ് സർക്കാരിന് കരുണാ ഹർജികൾ നൽകിയിട്ടുണ്ട്. താൻ മുൻകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാമെന്നും ബ്രിട്ടീഷ് സർക്കാരിനോട് വിശ്വസ്തനായിരിക്കുമെന്നും ഈ അപേക്ഷകളിൽ വ്യക്തമാക്കിയിരുന്നു. ജയിലിൽ കിടന്ന് മരിക്കുന്നതിനു പകരം പുറത്തുവന്ന് പ്രവർത്തിക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്നാണ് അനുകൂലികൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വിമർശകർ ഇതിനെ ബ്രിട്ടീഷുകാർക്ക് മുന്നിലെ കീഴടങ്ങലായി കാണുന്നു. 1924 മോചിതനായെങ്കിലും പൊതുപ്രവർത്തനം നടത്തരുത്, രത്നഗിരി ജില്ല വിട്ടുപോകരുത് എന്നീ നിബന്ധനകളോടെ അദ്ദേഹം വീട്ടുതടങ്കലിൽ കഴിഞ്ഞു. ഈ കാലയളവിൽ പ്രതിമാസം 60 രൂപ ബ്രിട്ടീഷ് ഡിറ്റൻഷൻ അലവൻസും ലഭിച്ചിരുന്നു. 1923 എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന പുസ്തകത്തിലൂടെയാണ് സവർക്കർ ഹിന്ദുത്വ ആശയം നിർവചിച്ചത്. RSSൽ അംഗമല്ലായിരുന്ന അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ RSSന്റെയും BJPയുടെയും പ്രധാന തത്വശാസ്ത്രം ഈ ഹിന്ദുത്വമാണ്. 1937 നിയന്ത്രണങ്ങൾ നീക്കിയിട്ടും ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് പകരം ഹിന്ദു ഐക്യത്തിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ബഹിഷ്കരിച്ച അദ്ദേഹം 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ഇന്ത്യൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു. ചുരുക്കത്തിൽ മുൻപ് വിപ്ലവകാരിയായിരുന്ന സവർക്കർ ജയിൽ മോചനത്തിന് ശേഷം പ്രത്യക്ഷ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ നിന്ന് മാറി നിന്ന് ഹിന്ദുത്വ പ്രത്യയശാസ്ത്ര നിർമ്മാണത്തിന് മുൻഗണന നൽകിയിട്ടുള്ള നേതാവായിട്ടാണ് സവർക്കറെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.